നമസ്കാരം. HSST നിയമനം കുറവാണോ? അടുത്ത സെറ്റ് എക്സാം പാസ്സായാൽ HSST എഴുതാൻ പറ്റുമോ? ഇങ്ങനെ കുറേ ഡൗട്ട്സ്, കുറേ മെസ്സേജസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലും അതുപോലെ ഇൻബോക്സിലൊക്കെ വരുന്നുണ്ട്. അതിന് ബേസ് ചെയ്യണം ഞാൻ ഈ കൂടുതലും ഇങ്ങനത്തെ വീഡിയോ കണ്ടന്റ് പറയുന്നത്. നിങ്ങളുടെ സംശയം, നിങ്ങൾ ചോദിക്കുന്ന കുറേ ക്ലാരിറ്റികൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയും ചോദിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഫാക്ട് ചെക്ക് എന്ന് തന്നെ നമുക്കിനെ വിളിക്കാം. ഫാക്ട് ചെക്കായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാം. ഈ ഒരു വീഡിയോയിൽ HSSTയുടെ വിവിധ സബ്ജക്റ്റുകളുടെ ലിസ്റ്റിനെ കഴിഞ്ഞ LPUPയുടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ കാണിച്ച പോലെ കേരള PSCയുടെ സൈറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് വിവിധ സബ്ജക്റ്റുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ, അതുപോലെ ആ ലിസ്റ്റ് വന്ന ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് അഡ്വൈസ് പോയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ വിശദീകരിച്ച് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, LPUPയിൽ പറഞ്ഞ പോലെ തന്നെ നിയമനമേ ഇല്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അത് വെറുതെ ഒരു ഡയലോഗ് അങ്ങ് പറഞ്ഞു കേൾക്കുന്നതാണ്. അതിനെ വിശ്വസിച്ചിട്ട് ഒന്നും പഠിക്കാതിരിക്കാൻ നിൽക്കുന്നത് മണ്ടത്തരമാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇതിന് മുമ്പത്തെ ലിസ്റ്റിൽ നിന്നൊക്കെ നോക്കുമ്പോൾ കുറച്ച് അളവ് കുറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിനും ഒരുപോലെ അല്ല, പല സബ്ജക്റ്റിനും പല രീതിയിലാണ് നിയമനം നടക്കുന്നത്. അത് ഓഫ് കോഴ്സ് ഡിപ്പെൻസ് ഓൺ സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ചിലതിന് കുറവ്, ചിലതിന് കൂടുതൽ എന്നുള്ള രീതി തന്നെയാണ് പോകുന്നത് എന്ന് കരുതി നിയമനമേ ഇല്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ ആദ്യം നോക്കുക, HSST കെമിസ്ട്രി ജൂനിയർ 2024 8-ം മാസം വന്ന ലിസ്റ്റ്. 2024 8-ം മാസമാണ് HSST കെമിസ്ട്രി ജൂനിയറിൻ്റെ ലിസ്റ്റ് വന്നിട്ടുള്ളത്. നോക്കൂ, 29/8/2024. അത് എന്നുവരെ ഇപ്പോൾ ഉണ്ടാവും? 29/8/2027 വരെ, 3 വർഷമാണ് ലിസ്റ്റിൻ്റെ കാലാവധി ഉണ്ടാവും. ഇപ്പം തന്നെ 65 അഡ്വൈസ് പോയിട്ടുണ്ട്. HSST കെമിസ്ട്രി ഡേയ്സിൽ 65 അഡ്വൈസ് പോയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് കുറേ എണ്ണം ഒന്നിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ 9/10/2025 ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. അതിൽ ഓപ്പൺ കോട്ട 41, ഈഴവ 49, SC സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് 7 വരെ പോയിട്ടുണ്ട്, മുസ്ലിം 51. അങ്ങനെയാണ് ആ ഒരു നിയമനം പോയിരിക്കുന്നത്. OBC 45 പേര്. അങ്ങനെ അപ്പോൾ 45 ലിസ്റ്റിൽ 45ാമത്തെ റാങ്ക് കേട്ടോ, 45ാമത്തെ റാങ്ക് വരെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി 65 എന്ന് പറയുന്നത് കുറവാണ്. ഒരു വർഷം മാത്രം പിന്നിട്ട ഒരു ലിസ്റ്റിൽ നിന്ന് 65 വരെ എടുത്തിരിക്കുന്നത് കുറവാണോ? ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇനി 3 വർഷം പിന്നിടുമ്പോഴത്തേക്കും അത് 100-ന് മുകളിൽ പോകില്ലേ? സാധ്യതയില്ലേ? അത് തന്നെ പറഞ്ഞ്, പ്രത്യേകിച്ച് ഇലക്ഷൻ ടൈമൊക്കെ വരാൻ പോകുന്നു. അപ്പം നിയമനങ്ങളെ നിരോധിച്ചൊന്നും എന്തായാലും സർക്കാർ വെക്കത്തുമില്ല. ഇനി HSST മാത്സ് ജൂനിയർ പോസ്റ്റ് ജനറൽ എഡ്യൂക്കേഷനിൽ 2023 11-ാം മാസം വന്നിരിക്കുന്ന ലിസ്റ്റാണ്. 2 വർഷം പിന്നിട്ടിരിക്കുന്നു. 2026 11-ാം മാസം വരെ, അടുത്ത വർഷം 11-ാം മാസം വരെയാണ് ഈ ലിസ്റ്റിൻ്റെ വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ ഉടനെ തന്നെ HSST മാത്സ് ജൂനിയറിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്ന് പുതിയ എക്സാം നടക്കാൻ ചാൻസും ഉണ്ട്. ഒരു വർഷം കൂടി മാത്രം ബാക്കിയുള്ള ഒരു ലിസ്റ്റ്. 86 അഡ്വൈസ് പോയിട്ടുണ്ട്. കുറവാണോ ഒരു ലിസ്റ്റിൽ നിന്ന്? HSST എന്ന് പറയുന്ന ഒരു പോസ്റ്റിൽ നിന്ന് കുറവാന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ആദ്യ റാങ്കിൽ നേടിയ ജോലി കിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഓപ്പൺ കോട്ടയിൽ 58 റാങ്ക് വരെ പോയിട്ടുണ്ട്, ഈഴവ 72 വരെ പോയിട്ടുണ്ട്, മുസ്ലിമാണ് 88 വരെ പോയിട്ടുണ്ട്, SC സപ്ലിമെൻ്ററി 9 വരെ പോയിട്ടുണ്ട്, LC 138 വരെ പോയിട്ടുണ്ട്, OBC 82ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്, വിശ്വകർമ്മ 65. അങ്ങനെ ആ പല രീതിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. EWS 129ാമത്തെ റാങ്കിന് വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പല രീതിയിലാണ്. ഇനി 86 അഡ്വൈസ് പോയിട്ടുണ്ട്. കുറവാണെന്നൊരിക്കലും പറയാൻ പറ്റില്ല. അതും 100 കിടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു വർഷം കൂടി ബാക്കിയുണ്ട്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരാനായിട്ട് സാധ്യതയുണ്ട്. കെമിസ്ട്രിയുടെ കേസിൽ കെമിസ്ട്രിയുടെ ലിസ്റ്റ് തീരാറായിട്ടുണ്ട്. ഏകദേശം അത്യാവശ്യം ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞു എന്ന് അറിയുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ലിസ്റ്റ് നേരത്തെ, അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ നോട്ടിഫിക്കേഷൻ നേരത്തെ വരാൻ സാധ്യതയുണ്ട്. അടുത്തേതാ? HSS ടീച്ചർ ജോഗ്രഫിയുടെ കാര്യം പലരും എന്നോട് എന്നായിരുന്നു ലാസ്റ്റ് ലിസ്റ്റ് വന്നിട്ടുള്ളതെന്നുള്ള ഡേറ്റ് ഒക്കെ ചോദിച്ചാണ്. 2023 10-ാം മാസത്തിലാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെയും പുതിയ നോട്ടിഫിക്കേഷൻ വരാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. 15 അഡ്വൈസാണ് ആ സബ്ജക്റ്റിന് പോയി. ജോഗ്രഫി സബ്ജക്റ്റിന് ടോട്ടൽ അഡ്വൈസ് പോകാമെന്ന് കുറവാണ്, അതുകൊണ്ട് 15 ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ എണ്ണം കുറഞ്ഞെന്ന് കാണിച്ചുകൊണ്ട് എല്ലാ സബ്ജക്റ്റിനും കുറവാണെന്നൊന്നും ഒരിക്കലും കാണിക്കരുത്. ഇത് കമ്പാരിറ്റീവ്ലി കുറവാണ് ബാക്കിയുള്ള വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്നോർത്ത് ആർക്കും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്കിലോ അല്ലെ ആദ്യത്തെ 10-ലൊക്കെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യത സ്റ്റിൽ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്ത് നോക്കുക, ഫിസിക്സ് ജൂനിയർ പോസ്റ്റ്. HSST ഫിസിക്സിൻ്റെ ജൂനിയർ പോസ്റ്റ് കെമിസ്ട്രി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. 22 പേർക്ക് എടുത്തിട്ടുള്ളൂ എന്ന് കാണാനായിട്ട് സാധിക്കും. 5/12/2023 വന്ന ലിസ്റ്റാണ് ജൂനിയറിൻ്റെ. 2025 12-ാം മാസം ഡിസംബർ 2025 ഈ ലിസ്റ്റ് അവസാനിക്കും. സ്വാഭാവികമായിട്ടും അടുത്ത നോട്ടിഫിക്കേഷൻ നമ്മൾ ഉടനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 22 പേരിൽ കുറവാണ്, കമ്പാരിറ്റീവ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിയമനം നടക്കും മുമ്പോട്ടും. ഇപ്പോൾ കെമിസ്ട്രിയുടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് ഒന്നിച്ച് തന്നെ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും കുറച്ചുകൂടിയൊക്കെ നടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. 8-ാം മാസത്തിൽ ആണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പോൾ തീരെ കുറവാണ് എന്ന് അവിടെയും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നടക്കുന്നേ ഇല്ല എന്ന് എന്തായാലും പറയാൻ പറ്റില്ല. കമ്പാരിറ്റീവ്ലി കെമിസ്ട്രി വെച്ച് നോക്കുമ്പോൾ കുറവാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി പൊളിറ്റിക്കൽ സയൻസ് നോക്കി 75 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. പൊളിറ്റിക്കൽ സയൻസിന് 2024 ലിസ്റ്റ് വന്നിരിക്കുന്നത്. 2024 ഫെബ്രുവരിയിലാണ് ലിസ്റ്റ് വന്നിരിക്കുന്നത്. 2027 ഫെബ്രുവരി വരെ ആ ഒരു ലിസ്റ്റ് ഉണ്ടാവും. ഇതും ഒരു 1.5 വർഷം പിന്നിട്ടു ലിസ്റ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ജൂനിയർ പോസ്റ്റിലേക്ക് ഉടനെ പ്രതീക്ഷിക്കാവുന്നതാണ്. അത്യാവശ്യം നിയമനം നടന്നിട്ടുള്ളൊരു പോസ്റ്റ് തന്നെയാണ്
HSST ജൂനിയർ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കേസിൽ. അപ്പോൾ നടക്കുന്നില്ല എന്ന് ഉള്ള പ്രചാരണം തെറ്റല്ലേ? നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇനി HSST സുവോളജി ജൂനിയർ പോസ്റ്റ് 2023 10 മാസത്തിൽ ലിസ്റ്റ് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ നോട്ടിഫിക്കേഷനും ഉടനെ തന്നെ വരാറായിട്ടുണ്ട്. 1.5 വർഷം കഴിയുമ്പോഴാണ് സാധാരണ ഇതിൽ ലിസ്റ്റ് വന്ന് 1.5 വർഷം കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. തീരെ കുറവെന്ന് പറയാൻ പറ്റില്ല. 42 അഡ്വൈസ് പോയിട്ടുണ്ട് സുവോളജിക്ക്. അത് കുറവാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇല്ല എന്നുള്ള പ്രചാരണം തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. 9 മാസം ആണ് ആദ്യമായിട്ട് എൻ്റെ അവസാനമായിട്ടുള്ള ഒരു അഡ്വൈസ് പോയിരിക്കുന്നത്. 42 അഡ്വൈസ് സുവോളജിക്ക് പോയിട്ടുണ്ട്. ഇനി ബോട്ടണിയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ 34 അഡ്വൈസാണ്. സുവോളജിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ലിസ്റ്റ് ഏകദേശം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 1 വർഷത്തിൽ താഴെയുള്ളൂ ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വലിയ താമസമൊന്നുമില്ലാണ്ട് സുവോളജി ബോട്ടണിയൊക്കെ ഒന്നിച്ച് വരാൻ സാധ്യതയുണ്ട്. അടുത്ത HSST സോഷ്യോളജി കുറേ പേര് ചോദിച്ചാണ്. 17 അഡ്വൈസാണ് പോയിരിക്കുന്നത്. 2024 അതിൻ്റെ ലിസ്റ്റ് വന്നത്. 1 വർഷമായിട്ടുള്ളൂ 17 അഡ്വൈസ് പോയിട്ടുണ്ട്. സോ കുറച്ച് വൈകിയായിരിക്കും സോഷ്യോളജിയുടെ അടുത്ത നോട്ടിഫിക്കേഷൻ ഒരുപക്ഷെ വരാൻ സാധ്യത. അപ്പോൾ തീരെ കുറവൊന്നൊരിക്കലും അതിന് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത്രയാണ് ഞാൻ സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾ കൂടുതൽ സബ്ജക്റ്റ് പറ, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്താണ് എനിക്ക് കൂടുതൽ അറിയാനുള്ളതെന്നുള്ളത്. സോ ചില സബ്ജക്റ്റിന് നല്ല രീതിയിൽ പോയിട്ടുണ്ട്, ചില സബ്ജക്റ്റ് കുറവാണ്. അതങ്ങനെ മാറി മറിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കും എന്നോർത്ത് പഠിക്കണ്ട, നിങ്ങളാരും പഠിക്കണ്ട, ആരും എടുക്കുന്നില്ല എന്നുള്ള ചില നെഗറ്റിവിറ്റി ഉണ്ടല്ലോ. അതിൽ 2 സൈഡുണ്ട്. ഒന്നുകിൽ അവർ പഠിക്കുന്നുണ്ട് വേറെ ആരും പഠിക്കണ്ട, അല്ലെങ്കിൽ അവരും പഠിക്കുന്നില്ല ആരും പഠിക്കണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡായിരിക്കാം. അപ്പോൾ ആരുമില്ല എന്നുള്ളത് മണ്ടൻ തോട്ടാണ്, അല്ലെങ്കിൽ ആരെയും എടുക്കുന്നില്ല എന്നുള്ളത് അങ്ങനെ പറയാൻ പറ്റില്ല. സോ അങ്ങനെ വിചാരിക്കേണ്ട. നിങ്ങൾ 1ാം റാങ്കിന് വേണ്ടി പഠിക്കുക എന്നുള്ളത് മാത്രമേ പറയാം. നിങ്ങളുടെ ചോയ്സ് എന്താണ്? നിങ്ങൾക്ക് HSST ജോലിയിലാണ് പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾ സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. HSSTയിൽ പഠിക്കാൻ ജോലി മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യ റാങ്കിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അയാൾക്ക് സാധ്യതകളുണ്ട്. അല്ലാണ്ട് ലിസ്റ്റിൻ്റെ അവസാനം പോയിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നതിൽ വലിയ ഫാക്റ്റ് ഇല്ല എന്ന് മനസ്സിലാക്കുക. അതങ്ങനെ തന്നെയാണ് എപ്പോഴും സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് 1ാം റാങ്ക് ആദ്യത്തെ 10ൽ പെടാനായിട്ട് ശ്രമിക്കുക. ജോലിക്കുള്ള സാധ്യതയുണ്ട്. 100 വരെയൊക്കെ എടുക്കുന്ന വിവിധ വിഷയങ്ങൾ, 100 വരെയൊക്കെ എടുത്ത വിഷയങ്ങളുമുണ്ട്. ഇതിന് മുമ്പത്തെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 150 മുകളിലൊക്കെ പല സബ്ജക്റ്റുകളും പോയിട്ടുണ്ട് 3 വർഷത്തിനിടയ്ക്ക്. സോ അത് കുറവാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ പ്രചാരണം തെറ്റാണ്. കുറച്ച് അളവ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ള ഫാക്റ്റ് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു. ചില സബ്ജക്റ്റുകൾക്ക് ഇനിയും നോക്കാത്ത സബ്ജക്റ്റുകളുണ്ടാകും. കുറേ സബ്ജക്റ്റുകളുണ്ടല്ലോ, സാമ്പിൾ കാണിക്കുന്നതാണ്. കുറവുള്ള സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. മേ ബി നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്ക് ചർച്ച ചെയ്യാം. വീണ്ടും ഇങ്ങനത്തെ ഏതെങ്കിലും ഏരിയ മനസ്സിലാക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.